എല്ലാവർക്കും ഹോം എക്സ്പ്ലോർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ മുൻപുള്ള വീഡിയോയിൽ നമ്മൾ ഫൗണ്ടേഷനെ കുറിച്ചും അതേപോലെ ബ്രിക്ക് വർക്കിനെ കുറിച്ചും മെയിൻ കോൺക്രീറ്റിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ മാത്രമായിരിക്കും. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ് ഏകദേശം 8 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ മുകളിലോട്ടുള്ള കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത്. നമ്മുടെ പടവ് അത് ഓൾറെഡി സപ്പോർട്ടിലാണ്. നമുക്ക് വേണമെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അതുപോലെ ഏകദേശം 10-ാം തീയതിയാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഈ ബ്രിക്ക് വർക്ക് നടക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവിടെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കോൺക്രീറ്റ് നനയാൻ വേണ്ടി വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. ആദ്യത്തെ ദിവസം ബ്രിക്ക് വർക്ക് മാത്രമായിരുന്നു. അടുത്ത ദിവസം നമുക്ക് ബ്രിക്ക് വർക്ക് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കോൺക്രീറ്റിൻ്റെ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. കോൺക്രീറ്റിൻ്റെ വിൻഡോസ് റെഡിമെയ്ഡായിട്ട് വരുന്ന വിൻഡോസാണ്. ഈ വിൻഡോസ് നല്ല ഭാരമായിരിക്കും. അതുകൊണ്ട് തന്നെ 1-2 എക്സ്ട്രാ ലേബേഴ്സ് വേണ്ടി വരും. നമുക്കിത് കറക്റ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി 1-2 ലേബേഴ്സ് എക്സ്ട്രാ വേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ സൈഡ് വാളിലൊക്കെ ഈ ഇത്തരം ബ്രിക്ക് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ വിൻഡോ താഴെ പോകാനും ഒരുപാട് അപകടം വരാനും സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിൻഡോസിൻ്റെ ഹൈറ്റ് 1.8 മീറ്ററാണ്. അത് ഒരൊറ്റ ബ്രിക്ക് ഒരു വെട്ടുകല്ലിൻ്റെ മുകളിലാണ് ഇത്തരം കോൺക്രീറ്റിൻ്റെ വിൻഡോ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ നോക്ക്, നമ്മളെല്ലാവരും ഒരു മൈൻഡ് ആയിട്ടോ. ഒരാൾ അങ്ങോട്ടും വലിയ ഒരാൾ ഇങ്ങോട്ടും വലിയ പിടുത്തേ ഉണ്ടാവില്ല. ഇങ്ങോട്ട് കേട്ടോ, എൻ്റെ അടുത്ത് കേട്ടെ ആറ്റം മാത്രം വിളിച്ചേ. ടോപ്പാണ് എടാ, ഒരാളോട് പിടിച്ചോർക്കണേ ടോപ്പില്. ഓൻ ജിമ്മാനോടൊന്നും കാര്യമൊന്നുമില്ല. ചോപ്പറ്റ് നിങ്ങൾ ഞാൻ പിടിക്കണ്ട. ഏറ്റവും സമരം വെച്ചോളി. ഇത് കാത്തി കൊടുക്കുവാ. അല്ല, അത് പൊന്തിക്കേ. ഒലിക്ക് വരാൻ കഴിയില്ലല്ലോ. പൊന്തിക്ക് ചിന്തനയിലാണ്. ഇവിടെ ആരെ കയറിക്കാം. അപ്പുറം ഞാൻ പിടിച്ചോളാം. ഇവിടെ എല്ലാ ആൾ കയറിക്കണം. കെട്ടുന്ന എല്ലാം പിടിക്കും വേണം. ഓ, ഫോട്ടോ പോയിക്കാം. ശരിയേ, ഫോട്ടോ പോയിക്കാം. അവിടെ കേറിക്കടാ, കെട്ടുമ്പോ കേറിക്കടാക്കിയ കൂടി കൊടുത്തേ. ഒന്ന് വെറുതെ നടക്കാൻ നോക്കട്ടെ. എവിടെ വര എവിടെ നോട്ടെ. അല്ല, അതൊരു വര എത്ര വട്ടം ഇവിടെ കാണിച്ച് കാണിക്കല് അട്ടി പിടിക്കോ. ആ മറ്റോ തേച്ച് വിട്ടുണ്ടല്ലോ. എത്തുമല്ലോ, എത്തിയില്ലേ? ഇപ്പൊ കെട്ടരുത് തോന്നേ. അത് പുറത്ത് കാണിച്ചാലുണ്ട്. നിങ്ങൾ അടിക്കല്ല പിടിക്കുന്നത്. നിങ്ങൾ ജനൽ മറയാൻ വിട്ടത്. ആ ഇവിടെ അങ്ങോട്ട് പിടിച്ചു മോനെ. ആ പൈപ്പിന്റെ കുട്ടിലിട്ട എന്തിനാ ഈ വണ്ടൊന്ന് നോക്കിക്കേ. ഇങ്ങോട്ട് ഇതിവിടെ കെട്ടണം എന്നല്ല പറഞ്ഞത്. ആ കല്ലിനോട് ഇവിടെ അവിടെ
ആ കല്ല് മറ്റേ കയറ് നമുക്ക് കുടുങ്ങി കിടക്കും. അതവിടെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ. അല്ലേ കെട്ടണേ ഇപ്പോൾ കിട്ടണ്ടേ? ആ ഓക്കെ ഇതല്ലേ. ആ അത് വിടിയിച്ച ടൈമിൽ കെട്ടി വേഗം കെട്ടിക്കോ. പെട്ടെന്ന് എന്നിട്ട് രണ്ടാമത്തിന് ടൈറ്റ് ആക്കും കേട്ടോ. അത് പിന്നെ എപ്പോഴും കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ജസ്റ്റ് ആ സ്റ്റെയറിൻ്റെ ഏരിയ മാത്രമാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സ്പേസിൽ നമ്മൾ 5 കോൺക്രീറ്റിൻ്റെ വിൻഡോ ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ 4 കോൺക്രീറ്റിൻ്റെ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യും. അടുത്ത 2 ദിവസവും നമ്മുടെ ബ്രിക്ക് വർക്ക് തന്നെയായിരുന്നു. അടുത്ത 2 ദിവസം കൊണ്ട് നമ്മുടെ ബ്രിക്ക് വർക്ക് ഏകദേശം ലിൻഡൽ ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയർ വരുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പാർട്ട് മൊത്തമായിട്ട് നമ്മൾ ഉയർത്തുകയാണ്. കൂടാതെ നമ്മളൊരു കോമൺ ബാത്റൂം ഫസ്റ്റ് ഫ്ലോറിൽ നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രിക്ക് വർക്കും ഇതിൻ്റെ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ദിവസം നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കോൺക്രീറ്റിൻ്റെ സപ്പോർട്ട് മാറ്റുകയാണ് ചെയ്തത്. ഈ ഷീറ്റ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലിൻഡലിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അയക്കുന്നത്. ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് മാറ്റുന്നതിൻ്റെ മുൻപായിട്ട് മുകളിൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കോൺക്രീറ്റിൻ്റെ മുകളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഒഴിവാക്കണം. ഇങ്ങനെ ഷീറ്റ് അയക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി നമ്മുടെ തലയിൽ വീഴാൻ സാധ്യതയുണ്ട്. ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലിൻഡലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഫ്ലോറിലെ ലിൻഡലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് 16-ാം തീയതിയാണ്. നമ്മൾ പുറക് സൈഡിൽ ഫുള്ളായിട്ട് സൺഷെയ്ഡ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറക് സൈഡിലെ വീടിൻ്റെ പുറക് സൈഡിലെ വർക്കാണ്, ലിൻഡലിൻ്റെ വർക്കാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്.
17-ാം തീയതി ബാക്കി സൈഡിലുള്ള ലിൻഡലിന് വേണ്ട പലകയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതുപോലെ കുറച്ച് TMT ബാറിൻ്റെ വർക്കും 17-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. 18-ാം തീയതിയാണ് നമ്മുടെ ലിൻഡൽ വർക്ക് ഫിക്സ് ചെയ്തിട്ടുള്ളത്, ലിൻഡൽ കോൺക്രീറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഇലക്ട്രിക്കൽ പോയിൻ്റ് ഒന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുമില്ല. ഇന്ന് നമ്മുടെ TMT ബാറിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്ത്. ലിൻഡൽ കോൺക്രീറ്റ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ടോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് കൂട്ടിയത്. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ലിൻഡൽ കോൺക്രീറ്റും കംപ്ലീറ്റ് ആയി. അടുത്ത ദിവസം നമുക്ക് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. 20-ാം തീയതി നമ്മൾ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെയുള്ള സപ്പോർട്ടൊക്കെ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മെയിൻ കോൺക്രീറ്റിന്, ഫസ്റ്റ് ഫ്ലോറിൻ്റെ കോൺക്രീറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അയക്കുന്നത്. ഈ ഒരു പലകൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റേജ് കെട്ടും. ആ സ്റ്റേജിൻ്റെ മുകളിൽ നിന്നാണ് മുകളിലോട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. കാരണം ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഏകദേശം 6 മീറ്ററിൽ കൂടുതൽ ഹൈറ്റ് വരും നമ്മുടെ ഡൈനിങ് ഏരിയയിൽ. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റേജ് കെട്ടി ആ സ്റ്റേജിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുക. കൂടാതെ നമ്മുടെ ബ്രിക്ക് വർക്കും നടക്കുന്നുണ്ട്.
നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ നമ്മൾ ഒരു ദിവസം 200-ൻ്റെ മുകളിലൊക്കെ കല്ല് പടവ് ചെയ്തിരുന്നു. പക്ഷേ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോൾ അത്രയും കല്ലൊന്നും ഒരു ദിവസം പടവ് ചെയ്യാൻ കഴിയില്ല. കാരണം അത്രയും കല്ല് നമ്മൾ താഴ്ന്ന് ഏറ്റി മുകളിലോട്ട് എത്തിക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോയിലായിരിക്കും വർക്ക് നീങ്ങുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ലിൻഡലിൻ്റെ മുകളിലോട്ടുള്ള ബ്രിക്ക് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കോൺക്രീറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള മണലും അതേപോലെ മെറ്റലൊക്കെ മുകളിലോട്ട് കൊണ്ടുവരികയാണിപ്പോൾ. നമ്മുടെ അടുത്ത ഫസ്റ്റ് ഫ്ലോറിൻ്റെ കോൺക്രീറ്റ് നമ്മൾ ഇവിടെ വെച്ച് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെറ്റീരിയലൊക്കെ ഇങ്ങോട്ട് കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ദിവസം നമ്മൾ ഒരു ലോഡ് പുതിയ എം സാൻഡ് ഇറക്കി. ഈ എം സാൻഡ് നമ്മൾ മുകളിലോട്ട് കയറ്റി വെക്കുകയാണ് ചെയ്യുക. ഇപ്പം നമ്മുടെ ബ്രിക്ക് വർക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ മുകളിലോട്ടുള്ള സപ്പോർട്ട്, മെയിൻ കോൺക്രീറ്റിന് വേണ്ട സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നമ്മുടെ മെയിൻ കോൺക്രീറ്റിന് ഒരു ബീം സപ്പോർട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഏകദേശം 6 മീറ്ററോളം നീളവും 6 മീറ്റർ വീതിയും വരുന്നുണ്ട്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ക്രോസ് ആയിട്ട് ഒരു ബീം കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ആദ്യം നമ്മൾ കൺസീൽഡായിട്ട് ബീം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത്രയും നീളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ക്രോസ് ആയിട്ടൊരു ബീം കൺസീൽഡ് കൊടുക്കാതെ താഴെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ചാനൽ ആദ്യം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് നമ്മുടെ ബീം നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ മുകളിലോട്ട് വേണ്ട ബാക്കി സപ്പോർട്ടും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു ബീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തത്. ഈ സ്റ്റേജിലായിരിക്കും നമ്മുടെ ബീമിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. കാരണം ഇത്രയും ഹൈറ്റ്, ഏകദേശം 6 മീറ്ററോളം ഹൈറ്റ് ഉണ്ടാവും ഇവിടെ. അപ്പോൾ അത്രയും ഹൈറ്റ് ഒന്നിച്ച് കൊടുക്കാതെ നമ്മളൊരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ വെൻറ്റിലേഷന് വേണ്ടി ഒഴിച്ചിട്ട സ്ഥലത്താണ് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ ബീം വരുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവിടുന്ന് നമ്മുടെ ബ്രിക്ക് മാറ്റി എക്സ്ട്രാ എയർ ഹോൾ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടുന്ന് 1-2 ബ്രിക്ക് മാറ്റി അവിടെ എക്സ്ട്രാ എയർ ഹോൾ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അടുത്തൊരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ TMT ബാറിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ ആയിട്ട് നമ്മൾ ഇലക്ട്രീഷ്യനെ വിളിച്ച് നമ്മൾ കൺസീൽഡായിട്ട് എവിടെയൊക്കെ പൈപ്പ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ പൈപ്പ് ഇട്ട് കൊടുക്കണം. നമ്മുടെ കസിന് അടുത്ത ദിവസം രാവിലെ വന്നിട്ടാണ് ഈ കൺസീൽഡായിട്ടുള്ള പൈപ്പൊക്കെ ഇട്ട് തന്നത്. നമ്മൾ ഓൾറെഡി ഒരു ഇലക്ട്രിക്കൽ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലാനിൻ്റെ ബേസിലാണ് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കോൺക്രീറ്റ് തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ പോയിൻ്റൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് കവർ ബ്ലോക്ക് വെച്ചിട്ട് നമ്മുടെ ഈ TMT ബാറൊക്കെ പൊക്കി വെക്കുകയാണ് ചെയ്യുക. ഏകദേശം ഒരു 9:30 മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോൺക്രീറ്റിന് വേണ്ട മെറ്റീരിയൽ ഓൾറെഡി നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ടോപ്പിലോട്ട് കയറ്റി വെച്ചുകൊണ്ട് തന്നെ കുറച്ച് ലേബേഴ്സ് മാത്രമേ നമ്മൾ എക്സ്ട്രാ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കൂടാതെ കാലാവസ്ഥയും വളരെ അനുകൂലമായിരുന്നു. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ടോപ്പ് കോൺക്രീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് കോൺക്രീറ്റ് കംപ്ലീറ്റ് ആയി.
അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ ഒന്ന് നനച്ചു കൊടുത്തു. കൂടാതെ ഒരു ചെറിയ ബണ്ട് കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബണ്ട് കെട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ച് വെക്കുകയാണ് ചെയ്യുക. പിന്നീടുള്ള ഒരു 2 ആഴ്ചത്തോളം സമയം നമ്മൾ പൂർണ്ണമായിട്ട് ആ ബണ്ട് കെട്ടി അതിൻ്റെ ഉള്ളിൽ വെള്ളം കെട്ടി നിർത്തുകയാണ് ചെയ്യുക. നമ്മുടെ താഴത്തെ സപ്പോർട്ട് ഒഴിവാക്കുകയും ചെയ്യരുത്. ഈ ഒരു കാലയളവിൽ പൂർണ്ണമായിട്ടും നനഞ്ഞു കിടക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇടവിട്ട് ചില ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നനയ്ക്കേണ്ട ആവശ്യം വന്നില്ല. നമ്മൾ ഇടയ്ക്ക് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുകയാണ് ചെയ്തത്. എല്ലാ ബണ്ടിലും വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുക മാത്രമാണ് ചെയ്തത്.